സൗദി അറേബ്യയിലെ റിയാദിലെ ജയിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖിലെ അബ്ദുൾ റഹീമിന്റെ കേസ് ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഇന്ത്യൻ സമയം 2 മണിക്ക് ഉച്ചയ്ക്ക് കേസ് പരിഗണിക്കും. ഇത് 8ാം തവണയാണ് കേസ് കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ഇത്തവണയെങ്കിലും എന്തെങ്കിലും അനുകൂലമായ സാഹചര്യം ഉണ്ടാകും എന്ന പ്രതീക്ഷയുടെ ദീപക് തർപ്പണം കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ ദീപക്, നമ്മുടെ കൈതപ്രം തിരുമേനി ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നൊരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒന്ന് കാണിച്ചു കൊടുക്കണേ. എന്താണ് കേട്ടില്ല. അതായത് നമ്മുടെ കൈതപ്രം അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി ഒരു പ്രേക്ഷകൻ നമുക്ക് എഴുതിയായിരുന്നു. ഞാനത് ദീപകിനെ ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇന്ന് തന്നെ മാഷ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വിളിക്കാം. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വിളിക്കാം. ഇന്ന് തന്നെ നമുക്ക് മാഷ പോയി കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒരു വർഷക്കാലമായി, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ മാസം 2-നാണ് ഈ ജയിൽ വധശിക്ഷ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. പക്ഷേ എന്നാൽ ഈ സമയം വരെയും ജയിൽ മോചിതനാകാതെ അബ്ദുൾ റഹീമിൻ്റെ കുടുംബം ഇതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. ഉൾപ്പെടെ കണ്ടതാണ് ആ റഹീമിൻ്റെ ഉമ്മയുടെ വേദന. ഫറൂഖിലെ വീട്ടിൽ നമുക്കിപ്പോൾ പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. കാരണം ആ ഉമ്മ ഓരോ കേസിൻ്റെ വിചാരണ വേളയിലും വേറെ പ്രതീക്ഷിക്കും, അത് കഴിഞ്ഞ് നിരാശരാവും. 8ാമത്തെ തവണയാണ് ഇന്ന് കേസെടുക്കുന്നത്. ഇന്ത്യൻ സമയം 2 മണിക്കാണ്. ഇങ്ങനെ വൈകുന്നതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് അത് നിയമപരമായി സാധാരണഗതിയിലുള്ള നടപടിക്രമം മാത്രമാണ് എന്നുള്ളതാണ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായമായി വരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരാളുടെ മോചനത്തിന് വേണ്ടി ഇത്രയും കാലം എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. ആ കുടുംബം ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം നൽകാനില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ന് 2 മണിക്ക് ഇന്ത്യൻ സമയത്തിൽ ഈ കേസ് പരിഗണിക്കുമ്പോഴും ആ കുടുംബവും അതുപോലെ തന്നെ റഹീമിനൊപ്പമുള്ള നിയമസഹായ സമിതി ഉൾപ്പെടെയുള്ള എല്ലാ ജനങ്ങളും ഏറെ പ്രാർത്ഥനയോടെയാണ് കേരളത്തിലേക്ക് റഹീം തിരിച്ചെത്തും, ഫറൂഖിലെ വീട്ടിൽ ഉമ്മയെ കാണാൻ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷേ എന്നാൽ നിയമപരമായ ആലോചനകളിൽ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം ഈ കാര്യത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം ഇന്ന് വിധി ഉണ്ടാകുമോ എന്നുള്ളത്. ഏതായാലും 2 മണിയെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. താങ്ക് യു ദീപക്.